എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ LDC ടൈം ടേബിളിൽ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്ററായി റിലേറ്റ് ചെയ്തിട്ട് നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഉത്കൃഷ്ട വാതകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ചധികം അയോണിക് ബോണ്ടിങ് എന്താണ്, ബോണ്ടിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ കറക്റ്റായി പഠിച്ചതിന് ശേഷം മാത്രം ഈ ചാപ്റ്ററിലേക്ക് വരിക കേട്ടോ. നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? പദാർത്ഥങ്ങളെല്ലാം ആറ്റങ്ങൾ കൂടിച്ചേർന്ന തന്മാത്രകളാൽ നിർമ്മിതമാണ് അല്ലേ? പദാർത്ഥങ്ങളെ അവയുടെ തന്മാത്രകളിലെ ആറ്റങ്ങൾക്കനുസരിച്ച് മൂലകങ്ങൾ എന്നും സംയുക്തങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് സംയുക്ത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? ഇനി എന്താണ് ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും എന്ന് നമുക്ക് നോക്കാം. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുന്നത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നത്? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ്. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ഇപ്പം നമ്മൾ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയും അല്ലേ? അത് ഏത് ഗ്രൂപ്പിലുള്ളതാണ്? 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ്. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുന്നത് എന്തിനു വേണ്ടിയാ? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു 20 ആറ്റമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് നോക്കാം. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്നിട്ട് ആറ്റോമിക് നമ്പർ ആണ്. ആറ്റോമിക് നമ്പർ ഏതൊക്കെയാണ്? ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18, ക്രിപ്റ്റോൺ 36, സിനോൺ 54, റെഡോൺ 86. പിന്നെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ എങ്ങനെയാണ് തിരിച്ച് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ വിന്യാസവും തന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, എന്താണ് ഈ ഇലക്ട്രോൺ വിന്യാസത്തിലുള്ള പ്രത്യേകത? ഹീലിയം ഒഴികെ ബാക്കി എല്ലാ മൂലകങ്ങളുടെയും ഈ അവസാനം, അതായത് ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയേ. ഹീലിയം ഒഴികെ ബാക്കിയുള്ളതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ബാഹ്യതമ ഷെല്ലിൽ? 8 ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലേ? 8 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. എന്ത്? സ്ഥിരത ഉറപ്പുവരുത്തുന്നു അല്ലേ? 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഇനി നമുക്ക് നോക്കാം എന്താണിത് പറയുന്നത് എന്നുള്ളത്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണം അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. എന്താ പറയുന്നത്? അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അഥവാ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്നറിയപ്പെടുന്നു. 8 ഇലക്ട്രോൺ ക്രമീകരണം നേടിയിട്ട് നമ്മൾ സ്ഥിരത, അതായത് സ്ഥിരതയുള്ളതാണ് എന്നാണ് അർത്ഥം. ഹീലിയം ഒഴികെയുള്ള മറ്റു മൂലകങ്ങളുടെ പുറത്തുള്ള ബാഹ്യതമ ഷെല്ലിൽ നമ്മൾ എന്താ കണ്ടത്? 8 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയുള്ളത് വെരി സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരതയുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അഥവാ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്നറിയപ്പെടുന്നത്? ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണമാണ്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നതിനെയാണ് നമ്മൾ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഒരാറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ള ഘടനയാണ് അല്ലേ? സ്ഥിരതയുള്ളതാണ്. ഉത്കൃഷ്ടവാതകങ്ങൾക്ക് ഈ ഘടനയുള്ളതിനാൽ അവർക്ക് സ്ഥിരതയുണ്ട്. അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങൾക്കെല്ലാം എന്തുണ്ട്? സ്ഥിരതയുണ്ട്. അതിനാൽ അവ സാധാരണമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറില്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആണുള്ളത്, അതുകൊണ്ട് അവർക്ക് സ്ഥിരതയുണ്ട്. പിന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടണോ? വേണ്ട. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹീലിയം ആറ്റത്തിൽ ഒരു ഷെൽ മാത്രമേയുള്ളൂ. 1ാം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതിനാൽ ഹീലിയത്തിൻ്റെ കാര്യത്തിൽ 2 ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ളതാണ്. ഹീലിയത്തിന് നമ്മൾ കണ്ടു ഇവിടെ ഹീലിയം ഒഴികെ ബാക്കി എല്ലാത്തിനും 8 ആണുള്ളത് അല്ലേ? പക്ഷേ ഹീലിയത്തിൻ്റെ എന്താണ്? 2 തന്നെയാണ്. അതുകൊണ്ട് അതും സ്ഥിരതയുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, വേറെ കൊടുത്തിട്ടുള്ളത് മഗ്നീഷ്യം, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ.
മഗ്നീഷ്യം എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ 12, ഓക്സിജൻ 8, സോഡിയം 11, ക്ലോറിൻ 17. ഇലക്ട്രോൺ വിന്യാസം നോക്കി, മഗ്നീഷ്യത്തിൻ്റെ 2, 8, 2 അല്ലേ, പിന്നെയോ ഓക്സിജൻ്റെ 2, 6, സോഡിയം 2, 8, 1, ക്ലോറിൻ 2, 8, 7. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ബാഹ്യതമ ഷെല്ലിൽ എന്തല്ല, 8 അല്ല അല്ലേ. അപ്പോൾ രാസബന്ധനത്തിലൂടെ നമുക്ക് ആറ്റങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടിയിട്ട് നമുക്ക് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊടുത്തേ. നമുക്കിവിടെ തന്നെ നോക്കാം എന്താണ് ഇവിടെ. മഗ്നീഷ്യത്തിൻ്റെ അവസാനം 2 ആണ്. ഈ 2 നമ്മൾ ഓക്സിജനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജനിൽ 6 എന്താവും, 8 ആവും അല്ലേ. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2, 8 എന്നും ഓക്സിജൻ എന്തായി 2, 8 ആയി. ഇനി സോഡിയത്തിൻ്റെ പുറത്ത് 1 ആണ്. ആ 1 നമ്മൾ 7ലേക്ക് കൊടുത്തു. അതായത് ക്ലോറിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ സോഡിയം എന്തായി 2, 8 എന്നായി. ക്ലോറിൻ എന്തായി, ക്ലോറിൻ 2, 8, 8 എന്നായി മാറി അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക്, അതായത് രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ 8 ആക്കിയിട്ട്, ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടിയിട്ട് നമുക്ക് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചത് 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, അറിയപ്പെടുന്ന പേര് ചോദിക്കാറുള്ളതാണ് എപ്പോഴും. എന്താണ്? ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ അലസവാതകം, നോബിൾ ഗ്യാസ്, ഇനേർട്ട് ഗ്യാസ്, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അറിയപ്പെടുന്നത്. ഇനി 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് നോക്കാം. ഹീലിയം, നിയോൺ, ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഇനി നമുക്ക് നോക്കാം. ദേ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി എന്ത് സ്ഥിരത കൈവരിക്കാം. അപ്പോൾ അലസവാതകങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരത ഉള്ളതാണ് അല്ലേ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന അതിനെ നമ്മൾ പറയുന്നത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാണ്. അപ്പോൾ ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ അലസവാതകം എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതാണ്. ഇനി നമ്മൾ രാസബന്ധനത്തിലൂടെ എന്ത് ചെയ്യുന്നു? ആറ്റങ്ങളെ 8 ആക്കിയിട്ട് 8 ഇലക്ട്രോൺ ക്രമീകരണം നേടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? സ്ഥിരത കൈവരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് ഈ ചെയ്ത് കണ്ടത്. ഇനി ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങൾ പരസ്പരം ചേർന്ന് നിർത്തുന്ന ബലത്തെ രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നു. എന്താണ് കെമിക്കൽ ബോണ്ട് അഥവാ രാസബന്ധനം എന്ന് പറയുന്നത്? ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആ ബലം അല്ലേ, ആറ്റങ്ങളെ ചേർത്ത് നിർത്തുന്ന ബലത്തെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് അല്ലെങ്കിൽ രാസബന്ധനം എന്ന് പറയുന്നത്. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമാണ് രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ബോണ്ട് എന്ന രീതിയിൽ പഠിക്കുവാണെങ്കിൽ അയോണിക് ബോണ്ടും ഉണ്ട്, പിന്നെന്താണ് കോവാലന്റ് ബോണ്ടിങ്, അത് 2 നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ടിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അയോണിക ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു ബോർ അല്ലേ, നീൽസ് ബോറിൻ്റെ മാതൃകയിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡോട്ട് ഇട്ടുള്ള ഡയഗ്രാം, അതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതെന്താ പറയുന്നതിന്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച്, അതായത് ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ചത് ആരാണ്? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ അഥവാ ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ചത് ആരാണ്? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. കുത്തുകൾക്ക് പുറമെ ഗുണന ചിഹ്നങ്ങളും ഉപയോഗിക്കാറുണ്ട്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമാണ് രേഖപ്പെടുത്തുള്ളൂ. നമ്മൾ ബോർ ആറ്റോമിക് മോഡൽ പഠിച്ചപ്പോൾ ഇപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഓരോരോ ഷെല്ല് അല്ലേ, എല്ലാ ഷെല്ലിലെയും കാര്യങ്ങൾ എന്നിട്ട് നമ്മൾ ഇലക്ട്രോൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പഠിച്ചു. പക്ഷേ
ഇവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അത് മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ 2 കാര്യം ഓർത്തു വയ്ക്കാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആരാണ് ആദ്യമായി അവലംബിച്ചത്? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. പിന്നെ അതിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമാണ് രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അയോണിക് ബോണ്ടിങ് അഥവാ അയോണിക ബന്ധനം. ഇങ്ങനെ പഠിക്കുക. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനം എന്താണ്? ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക് ബന്ധനം എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അയോണിക് ബന്ധനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ അത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അയോണിക് ബന്ധനം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കാം. അതായത് ഇപ്പോൾ സോഡിയം ഇവിടെ എടുത്തേക്കുന്നത് തന്നെയാണ് കേട്ടോ. സോഡിയം ക്ലോറിനും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ്. സോഡിയവും പിന്നെ നമ്മൾ സോഡിയവും ക്ലോറിനും. ഓക്കെ, സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ക്ലോറിൻ്റെ 17 ആണ്. അപ്പം നമുക്കറിയാം എങ്ങനെ ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത്. 2 8 1 അല്ലേ? 8 2 10 1 സോഡിയം. ക്ലോറിൻ എന്ന് പറയുമ്പോൾ 2 8 7 ഇങ്ങനെയല്ലേ വന്നത്. ഇതിൽ അവസാനത്തെ അതായത് ലാസ്റ്റത്തെ ഷെല്ലിൽ 1ഉം ക്ലോറിൻ്റെ ലാസ്റ്റത്തെ ഷെല്ലിൽ 7ഉമാണ്. 8 അല്ല. 8 ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സ്ഥിരതയുള്ളൂ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥിരതയില്ല. സ്ഥിരത കിട്ടാൻ വേണ്ടി നമുക്ക് ഈ സോഡിയത്തിലുള്ള 1നെ എന്ത് ചെയ്യാം? ക്ലോറിൻ അങ്ങോട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ സോഡിയം എന്നുള്ളത് എങ്ങനെയായി? 2 8 എന്നായി. ക്ലോറിൻ എന്നുള്ളത് എങ്ങനെയായി? 2 8 8 എന്നായി മാറി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുന്ന ആൾക്കൊരു പ്ലസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Na+ എന്നായി മാറി. Na+. ഇനി വാങ്ങിച്ച ആൾക്ക് നമ്മൾ മൈനസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ അവിടെ എന്തായി? Cl- എന്നായി മാറി. ഇത്രയും മനസ്സിലായോ? ഇത് തന്നെയാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം. നോക്കൂ, സോഡിയം ക്ലോറിൻ കണ്ടോ? ഇവിടെ സോഡിയം വരച്ചിരിക്കുന്നു 11p 12 ന്യൂട്രോൺ. ക്ലോറിൻ 17p 18 ന്യൂട്രോൺ. സോഡിയത്തിൻ്റെ നോക്കിയേ 2 8 1. ക്ലോറിൻ എന്ന് പറയുന്ന 2 8 7 ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അതായത് സോഡിയം 1 ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്തായി? 2 8 ആയി. ക്ലോറിൻ എന്ന് പറയുന്നത് 2 8 8 ആയി. അപ്പോൾ നോക്കിയേ Na+Cl- എന്നായി മാറി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാക്കണ്ട. പക്ഷെ കാര്യം അയോണിക ബന്ധനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയല്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇതാണ് സംഭവം. ഇനി ഇത് നമ്മുടെ ബോർ മോഡൽ വരച്ചത് അല്ലേ? ഇനി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? ഏറ്റവും അവസാനമുള്ള അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമാണ് നമ്മൾ പഠിച്ചു. ഇവിടെ നോക്കിയേ, സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ആദ്യം എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പം നമ്മൾ 1 ഒരു കുത്തിട്ടു. ഇവിടെ ഞാൻ വരയ്ക്കുന്നുണ്ട്, റെഡ് കൊണ്ട് വരയ്ക്കാം. ഒരു കുത്തിട്ടു അല്ലേ? പ്ലസ് ക്ലോറിന് ബാഹ്യതമ ഷെല്ലിൽ 7 എണ്ണമുണ്ട്. അപ്പോൾ ഇത് Na. ക്ലോറിൻ 7 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ 7 1 2 3 4 5 6 7 കുത്തിട്ടു. ഇതാണ് ആദ്യം നമുക്കുള്ളത്. ഇനി നമ്മൾ സോഡിയത്തിൽ 1 അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് Na അവിടെ എന്തായി? ഇവിടെ പ്ലസ് എന്നായി. പിന്നെ ക്ലോറിൻ എന്ന് പറയുന്നത് എന്തായി? 2 8 8 ആയി. അപ്പോൾ ക്ലോറിന് ചുറ്റും 8 എണ്ണം വരയ്ക്കണം. 1 2 3 4 5 6 7 8. അതെന്താണ്? ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വാങ്ങിച്ചത് കൊണ്ട് മൈനസായി. ഈ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വഴി ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണെങ്കിൽ അവിടെ ആ ലാസ്റ്റാമത്തെ ബാഹ്യതമ ഷെല്ലിലെ മാത്രം ഇലക്ട്രോണാണ് കാണിക്കുകയുള്ളൂ. ഇതാണ് വ്യത്യാസമുള്ളൂ. ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കാനുള്ളത്? ഇവിടെ നോക്കാം. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ
സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം അയോണായി മാറുന്നു. സോഡിയം എന്താ ചെയ്തത്? വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അല്ലേ? ഒന്നിനെ വിട്ടുകൊടുക്കുന്നു. പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്ന് പറയുന്നു. അപ്പം രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആറ്റത്തിന് എന്ത് ചാർജ് ലഭിക്കുന്ന പറഞ്ഞേ? പോസിറ്റീവ് ചാർജ് ലഭിക്കും. ആ പോസിറ്റീവ് അയോണിനെ നമ്മൾ വിളിക്കുന്നതാണ് കാറ്റയോൺ. എന്താ വിളിക്കുന്നത്? കാറ്റയോൺ. അപ്പം ഇതിൽ നമ്മൾ പഠിച്ച ഈ എക്സാമ്പിൾ സോഡിയമാണ് ഇത് കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡ് അയോൺ ആയി മാറുന്നു. നെഗറ്റീവ് അയോണുകളെ ആനയോൺ എന്ന് പറയുന്നു. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്നത് ഏതാണ്? നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് അയോണിന് പറയുന്നതാണ് ആനയോൺ. അപ്പോൾ കാറ്റയോണും ആനയോണും. കാറ്റയോൺ എന്ന് പറയുന്നത് പോസിറ്റീവും ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. ഈ പ്രവർത്തനത്തിലൂടെ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക പൂർത്തീകരണം വഴി സ്ഥിരത കൈവരിക്കുന്നു. അഷ്ടക പൂർത്തീകരണം അല്ലെ? അഷ്ടക ഇലക്ട്രോൺ വിന്യാസം വഴി എന്ത് ചെയ്യുന്നു? ഇവർ സ്ഥിരത കൈവരിക്കുന്നു. ഇപ്രകാരമുണ്ടാകുന്ന വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണത്തിൽ ഏർപ്പെടുകയും അവയെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. ഇത്തരം ബന്ധനത്തെ അയോണിക ബന്ധനം എന്ന് പറയുന്നു. സോഡിയം ക്ലോറൈഡിൽ എന്താണുള്ളത്? അയോണിക ബന്ധനമാണുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മളിപ്പോൾ പഠിച്ച പോലെ ആറ്റോമിക് നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ആറ്റോമിക് നമ്പർ പഠിച്ചാൽ നമുക്കത് വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താണ്? സോഡിയം ക്ലോറൈഡിൽ എന്ത് ബന്ധനമാണ് നടന്നിരിക്കുന്നത്? അയോണിക ബന്ധനമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് അയോണിക ബന്ധനം എന്ന് പറയുന്നത്? ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനം അല്ലേ? ഇപ്പം സോഡിയം ക്ലോറൈഡും തമ്മിലുള്ള ആ കൈമാറ്റം മൂലമുണ്ടായ രാസബന്ധനത്തെയാണ് നമ്മൾ അയോണിക് ബോണ്ടിങ് അഥവാ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണിക ബന്ധത്തിന് അയോണുകളെ ചേർത്ത് നിർത്തുക. കണ്ടോ? ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, വൈദ്യുത ആകർഷണം. അയോണിക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംയുക്തങ്ങൾക്ക് ഉദാഹരണം നമുക്ക് ഏത് പറയാം? സോഡിയം ക്ലോറൈഡ് പറയാം. പിന്നെ അത് അടുത്തത് ഇവിടെയുണ്ട്. ഇതേതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡ് ആണ് അടുത്തത്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, പിന്നെ മഗ്നീഷ്യം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമായിട്ട് പറയാം? അയോണിക ബന്ധനം, ഐക്കോണിക് ബോണ്ടിങ്ങിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇനി അയോണിക ബന്ധനം വഴിയുണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അയോണിക് ബോണ്ടിങ്, അയോണിക ബന്ധനം മൂലമുണ്ടാകുന്ന സംയുക്തങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? അയോണിക സംയുക്തം എന്ന് പറയുന്നു. സിമ്പിൾ അല്ലേ? അയോണിക്. അപ്പോൾ അയോണിക ബന്ധനം എന്ന് പറയുന്നത് ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ്. ഇലക്ട്രോൺ കൈമാറ്റം. അതിന് എക്സാമ്പിൾ ഓർത്തു വയ്ക്കുക. സോഡിയം ക്ലോറൈഡ്, പിന്നെ മഗ്നീഷ്യം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്. ഇനി എന്താണ് കോവാലന്റ് ബോണ്ടിങ് അഥവാ സഹസംയോജക ബന്ധനം? സഹസംയോജക ബന്ധനം അഥവാ കോവാലന്റ് ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ മുതലായവ ദ്വയ ആറ്റോമിക തന്മാത്രകളാണ്. നമുക്കറിയാം അല്ലേ? ദ്വയ ആറ്റോമിക തന്മാത്രയിൽ ഉദാഹരണമാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ മുതലായവ. ഇവിടെ എന്താ പറയാൻ പോകുന്നത് നോക്കി. അതായത് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് അയോണിക ബന്ധനം. അയോണിക ബന്ധനം എന്ന് പറയുന്നത് ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്നത് അല്ലേ? ഇവിടെ കോവാലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്നതാണ്. ഒരെണ്ണം അയോണിക് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കൈമാറ്റം. കോവാലന്റ് എന്ന് പറയുന്നത് എന്താണ്? പങ്കുവയ്ക്കൽ, ഷെയറിംഗ് ആണ്. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനം ഏതാണ്? അത് സഹസംയോജക ബന്ധനം അഥവാ കോവാലന്റ് ബോണ്ടാണ്. ഇവിടെ നോക്കാം നമുക്ക്. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. ബന്ധനത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോണുകളെ സാധാരണയായി നാം ജോഡികളായാണ് പ്രസ്താവിക്കുന്നത്. ഫ്ലൂറിൻ തന്മാത്രാ രൂപീകരണത്തിൽ ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവച്ചതിനാൽ
ഇതൊരു ഏകബന്ധനം അഥവാ സിംഗിൾ ബോണ്ട് ആണ് എന്ന് പറയാം അല്ലേ. ഏകബന്ധനമാണ്. രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂലകങ്ങളുടെ പ്രതീകങ്ങൾക്കിടയിൽ ഒരു ചെറിയ വര കൊണ്ടാണ് ഏകബന്ധനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫ്ലൂറിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നോക്കിയേ, ഫ്ലൂറിനിൽ എഫിൻ്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ എങ്ങനെ വരും? 2 7 എന്ന് വരും. അപ്പോൾ F2 ആയതുകൊണ്ട് നമുക്കൊന്നും കൂടി എഴുതാം, 2 7 അല്ലേ, 2 7 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ കറക്റ്റായി കിട്ടും. അപ്പോൾ ആദ്യത്തെ ഫ്ലൂറിനിൽ നമുക്ക് പുറത്ത് ഇതാ ഡോട്ട് വെച്ചിട്ടുള്ള ചിത്രീകരണമാണ്. പുറത്ത് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണമാണ്, 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. രണ്ടാമത്തെ ഫ്ലൂറിനിലും 7 ഇലക്ട്രോൺ, F9 ആണ് അല്ലേ, F9 ആണ് ഫ്ലൂറിൻ. അപ്പോൾ 2ഉം 7ഉമാണ് വരുന്നത്. അതുകൊണ്ട് ഈ 7 ആണ് നമ്മളിവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കിയേ, എന്താണ് ഈ സഹസംയോജക ബന്ധനം അഥവാ പങ്കുവയ്ക്കൽ എന്നത് ഉദ്ദേശിക്കുന്നത്? ഈ 7 എന്നുള്ളത് എന്തായി മാറിയാൽ മതി? 8ആയി മാറിയാൽ മതി അല്ലേ, 1 കൂടിയാൽ മാത്രം മതി. അപ്പം ഈ എഫ്, അതായത് ആദ്യത്തെ ഫ്ലൂറിൻ 1 അങ്ങോട്ട് കൊടുക്കുകയും ഇവിടെ നിന്ന് 1 വാങ്ങുകയും ചെയ്യും. അപ്പോൾ എത്രയായി? 8ആയി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പിക്ചർ. അപ്പം എഫ് 1 2 3 4 5 6 7. പിന്നെ പ്ലസ് അടുത്ത ഫ്ലൂറിൻ്റെ 1 2 3 4 5 6 7. അപ്പോൾ ആദ്യത്തെ ഫ്ലൂറിൻ F2 ആണല്ലോ, അതായത് ഈ ഫ്ലൂറിന് നമുക്ക് ഇവിടെ നിന്ന് 1 കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഫ്ലൂറിൻ ഈ 1 ഇങ്ങോട്ട് എടുത്തു. താഴത്തെ ഫ്ലൂറിൻ അവിടെ നിന്ന് 1 ഇങ്ങനെ എടുത്തു. കണ്ടോ? അപ്പോൾ എന്താണ്? പങ്കുവെക്കലാണ് ഇവിടെ നടന്നത്. ഒരാൾ മറ്റൊരാൾക്ക് പങ്കുവെച്ചു. ഇവിടെ ഒരെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളൂ അല്ലേ, ഒരു ജോഡി ഇലക്ട്രോൺ. ഒരു ജോഡി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 എണ്ണത്തിനെയാണ് കേട്ടോ. 2 എണ്ണമാണ് 1 പെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ജോഡി ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചതിനാൽ ഇതിനെ പറയുന്നതാണ് ഏകബന്ധനം അഥവാ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വരയിട്ടുന്ന കണ്ട ഒരു ചെറിയ വരയാണ് ഈ ഏകബന്ധനത്തെ സൂചിപ്പിക്കുന്നത്, ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഇനി നോക്കി, ഇവിടെ അടുത്തത് കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഫ്ലൂറിൻ കഴിഞ്ഞു. പിന്നെ കൊടുത്തിട്ടുള്ളത് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്. ഓക്സിജനിൽ ഏതൊക്കെയാണ് വരിക? O8 ആണ്. അപ്പോൾ 2ഉം 6ഉം 6ആണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഓടെ പുറത്ത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. ഇവിടെയും 6 എണ്ണം. അപ്പോൾ 6 8 ആവാൻ 2 എണ്ണം കൊടുക്കണം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ആൾ ഇവിടെ നിന്ന് 2 എണ്ണം എടുത്തു, ഇവിടുത്തെ ആൾ ഇവിടെ നിന്ന് 2 എണ്ണം എടുത്തു. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് ആരാണ്? നൈട്രജൻ. നൈട്രജൻ 7 ആണ്. അപ്പോൾ എത്ര എണ്ണം വന്നു? 2ഉം 5, 3 എണ്ണം വേണം അല്ലേ, 3 എണ്ണം വേണ്ടേ? അപ്പോൾ നോക്കിയേ, ഈ നടുവിലത് 3 എണ്ണമായി, 3 പെയറായി. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് 1 പെയർ, ഓക്സിജനിൽ 2 പെയർ, നൈട്രജനിൽ 3 പെയറാണ് കണ്ടത്. ഇനി നോക്കിയേ, അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ ഫ്ലൂറിൻ്റെ കാര്യം പഠിച്ചത് ഏകബന്ധനമാണ്. ഇനി ഇവിടെ പഠിക്കുന്നത് എന്താണ്? ഓക്സിജൻ്റെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ദ്വിബന്ധനമാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് ദ്വിബന്ധനമാണ്. പിന്നെ നൈട്രജൻ്റെ ഏതാണ്? ത്രിബന്ധനമാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ദ്വിബന്ധനം എന്നും 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ത്രിബന്ധനം എന്നും അറിയപ്പെടുന്നു. ഓക്സിജൻ തന്മാത്രയിൽ ദ്വിബന്ധനവും നൈട്രജൻ തന്മാത്രയിൽ ത്രിബന്ധനവുമാണ് എന്ന് മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ പ്രതീകമാണ്. ഓക്സിജൻ ആണെങ്കിൽ O കഴിഞ്ഞ് 2 വര, നൈട്രജൻ ആണെങ്കിൽ 3. ഓക്കെ, നൈട്രജൻ. ഫ്ലൂറിൻ ആയിരുന്നപ്പോൾ 1. ഓക്കെ ആയോ? ഇത്രയേ ഉള്ളൂ ഇത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഫ്ലൂറിൻ ആണെങ്കിൽ ഏകബന്ധനം. എത്ര ജോഡിയാണ് പങ്കുവയ്ക്കുന്ന? 1 ജോഡി. ക്ലോറിന് ഏകബന്ധനം അല്ലേ. ഓക്സിജൻ ദ്വിബന്ധനം, നൈട്രജൻ എന്ന് പറയുന്നത് ത്രിബന്ധനം. ഇനി നമുക്ക് ഇവിടെ നോക്കാം.
സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു അല്ലേ. സഹസംയോജക സംയുക്തം നമ്മൾ ആദ്യം പറഞ്ഞ അയോണിക ബന്ധനത്തിൽ എന്താ പറഞ്ഞത്? അതുപോലെ തന്നെ അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തം അയോണിക സംയുക്തം, അതുപോലെ സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തം സഹസംയോജക സംയുക്തം എന്നറിയപ്പെടുന്നു. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി ഏതാ ഉണ്ടാകുന്നത്? സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്. സഹസംയോജക സംയുക്തം, കോവാലന്റ് കോമ്പൗണ്ട്സ്. ഇനി ഏതൊക്കെയാണ് സഹസംയോജക സംയുക്തങ്ങൾക്ക് ഉദാഹരണം നോക്കി? CH4, HF, പിന്നെ H2O. ഇപ്പം എന്താണ് അയോണിക ബന്ധനം? അയോണിക സംയുക്തം, അതോടൊപ്പം തന്നെ സഹസംയോജക ബന്ധനം, സഹസംയോജക സംയുക്തം, മൂന്നിൻ്റെയും ദ്വിബന്ധനം, ത്രിബന്ധനം, ഏകബന്ധനം, ആ മൂന്നും ഓർത്തു വയ്ക്കുക. അതിൻ്റെ എക്സാമ്പിളും കൂടി ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി സഹസംയോജക ബന്ധനം ആയിട്ട് റിലേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. അതായത് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടാറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി നമുക്ക് വായിച്ചു നോക്കാം. സഹസംയോജക ബന്ധനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡികളെ രണ്ടാറ്റങ്ങളും ആകർഷിക്കും. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടാറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കുവാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനായി വ്യത്യസ്ത ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവയിൽ ലീനസ് പോളിംഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ചോദിക്കാറുള്ളതാണ് എപ്പോഴും അല്ലേ. നമുക്ക് നോക്കാം. ഇതൊരു ആപേക്ഷിക സ്കെയിലാണ്. 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഇതിൽ മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകളായി നൽകിയിട്ടുള്ളത്. അപ്പോൾ ലിനസ് പോളിംഗ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചത്. 0 മുതൽ 4, 0, 4-ന് ഇടയിലുള്ള സംഖ്യയാണ് ഇതിൽ മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലയായിട്ട് നൽകിയിട്ടുള്ളത്. ഈ സ്കെയിലിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. ഏറ്റവും കൂടിയത് ഫ്ലൂറിനും ഏറ്റവും കുറവ് ഫ്രാൻസിയവുമാണ്. ഫ്ലൂറിൻ എന്ന് പറയുന്നത് 3.98 ആണ് കേട്ടോ. 3.98. ഏറ്റവും കുറവ് ഏതാണ്? ഫ്രാൻസിയത്തിൻ്റേത് 0.7 ആണ്. നമുക്കിവിടെ കാണാൻ പറ്റുമത് നോക്കിയേ. ഫ്ലൂറിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ടോപ്പ് അല്ലേ. 3.98 ആണ്. ഫ്രാൻസിയം 0.7 ആണ്. ഇനി എങ്ങനെ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് നോക്കി. കാർബൺ മോണോക്സൈഡിന് കാർബൺ എവിടെയാണ്? കാർബണിൻ്റെ നോക്കി ഇവിടെ നോക്കി. കാർബൺ എന്ന് പറയുന്നത് ഇവിടെ 2.55, പിന്നെ ഓക്സിജൻ 3.44. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 3.44ൽ നിന്ന് 2.55 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.89 ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നോക്കി. ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവവും 1.7ൽ കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവുമായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കും 1.7 എന്നുള്ളത് അല്ലേ. അപ്പോൾ 1.7ൽ കൂടുതലാണെങ്കിൽ അയോണിക സ്വഭാവവും 1.7ൽ കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവുമായിരിക്കും. അപ്പോൾ ഇത് നോക്കൂ. 0.89 എന്ന് പറയുന്ന ഏതിൽ വരും? സഹസംയോജകത്തിൽ വരും. ഇനി അതുപോലെ തന്നെ എല്ലാം നോക്കുക. സോഡിയം ക്ലോറൈഡ്, സോഡിയം എന്ന് പറയുന്നത് സോഡിയം എവിടെയാണ്? 0.93 ആണ് സോഡിയം. ക്ലോറിൻ എന്ന് പറയുന്നത് 3.16 ആണ്. അപ്പോൾ 3.16 മൈനസ് 0.93 ചെയ്യുമ്പോൾ നമുക്ക് 1.7 കൂടുതൽ കിട്ടും. അതെന്താണ്? അയോണികമാണ്. ഇത് ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. അതിന് മാത്രം ഒന്ന് 3.98 എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അടുത്തത് എന്താണ് പോളാർ സംയുക്തം? പോളാർ നേച്ചർ എന്ന് നമുക്ക് നോക്കാം. ദ്വയ ആറ്റോമിക മൂലക തന്മാത്രകളിലെ
രണ്ട് ആറ്റങ്ങൾക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തുല്യമായതിനാൽ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായി ആകർഷിക്കുന്നു. അതിനെയാണ് പോളാർ സ്വഭാവം അഥവാ പോളാർ നേച്ചർ എന്ന് പറയുന്നത്. പോളാർ നേച്ചർ അഥവാ പോളാർ സ്വഭാവം. ദ്വയാറ്റോമിക മൂലക തന്മാത്രകളിലെ രണ്ട് ആറ്റങ്ങൾക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തുല്യമായതിനാൽ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായി ആകർഷിക്കുന്നു. എക്സാമ്പിളാണേത്? H2N2 എന്നിവ, ഹൈഡ്രജൻ നൈട്രജൻ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഈ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്ന ബഹു ആറ്റോമിക തന്മാത്രയിലൊക്കെ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ളത് കേട്ടോ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്നും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെയാണ് കേട്ടോ പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇവിടെ നോക്കിയേ, ഈ കാർബൺ മോണോക്സൈഡിലെ കാർബൺ എന്ന് പറയുന്നത് 3.44. അപ്പോൾ കാർബൺ എന്ത് ചെയ്യുന്നു? കാർബൺ വലിച്ചെടുക്കുവാണ്. നെഗറ്റിവിറ്റി കൂടുതലുള്ളയാൾ വലിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആകർഷിക്കാനുള്ള ആ ആറ്റത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ അതിൻ്റെ ന്യൂക്ലിയസിനടുത്തേക്ക് കൂടുതൽ ആകർഷിക്കും. നോക്കി, ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും തന്നിരിക്കുന്നു. നോക്കി, ഹൈഡ്രജൻ്റെ എത്രയായി ഇലക്ട്രോനെഗറ്റിവിറ്റി? ഹൈഡ്രജൻ 2.20, ക്ലോറിൻ എന്ന് പറയുന്നത് 3.16 ആണ്. 3.16, ക്ലോറിൻ 3.16. അപ്പോൾ ക്ലോറിനല്ലേ കൂടുതൽ. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ഇങ്ങനെ ആകർഷിക്കും. ഹൈഡ്രജൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ ആകർഷിക്കും, ഇലക്ട്രോണിനെ ആകർഷിക്കും. നമുക്ക് നോക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ അതിൻ്റെ ന്യൂക്ലിയസിനടുത്തേക്ക് കൂടുതൽ ആകർഷിക്കും. ഇതിൻ്റെ ഫലമായി സഹസംയോജക സംയുക്തമായ ഹൈഡ്രജൻ ക്ലോറൈഡിൽ ക്ലോറിൻ്റെ ഭാഗത്ത് ഭാഗികമായ നെഗറ്റീവ് ചാർജ്, എന്താ കണ്ടോ? ഈ ഒരു സിമ്പിളിനെ നമ്മൾ ഡെൽറ്റ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ അതാണ് നെഗറ്റീവ് ചാർജ്. ഡെൽറ്റ നെഗറ്റീവ് എന്ന് എഴുതിയേക്കുന്നത് അതാണ് നെഗറ്റീവ് ചാർജ്. ആരാണ്? വലിച്ചെടുക്കുന്ന അയാൾക്ക് നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ്റെ ഭാഗത്ത് എന്തുണ്ടാവും? പോസിറ്റീവ്, ഡെൽറ്റ പോസിറ്റീവും വരുന്നു. എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഭാഗികമായ വൈദ്യുത ചാർജുള്ള ഇത്തരം സഹസംയോജക സംയുക്തങ്ങളെ പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭാഗികമായ വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങളാണിത് പോളാർ സംയുക്തങ്ങൾ. ഇതിന് എക്സാമ്പിളാണ് ഇതൊക്കെ. HCl, HF, HBr, H2O അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. പോളാർ സംയുക്തങ്ങൾക്ക് എക്സാമ്പിളാണ്. ബഹു ആറ്റോമിക തന്മാത്രകളിൽ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ തന്മാത്രയുടെ ജ്യാമിതീയ ആകൃതിയും ഒരു ഘടകമാണ്. ജലം, അമോണിയ തുടങ്ങിയവ ഇത്തരം സംയുക്തങ്ങളാണ്. അപ്പോൾ ബഹു ആറ്റോമിക തന്മാത്രകളിൽ ഇപ്പോൾ ജലം, അമോണിയ മുതലായ ബഹു ആറ്റോമിക തന്മാത്രകളിൽ പോളാർ സ്വഭാവം നിർവഹിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റിയും പിന്നെ ജ്യാമിതീയ ആകൃതിയും വരുന്നുണ്ട്. ഇനി ജലം എന്ന് പറയുന്നത് ഒരു പോളാർ തന്മാത്രയാണ്. നമുക്ക് നോക്കാം. ജലം ഒരു പോളാർ തന്മാത്രയാണ്. ജലത്തിൻ്റെ വിഭിന്ന സവിശേഷതകൾക്ക് അടിസ്ഥാനം അതിൻ്റെ പോളാർ സ്വഭാവമാണ്. പൊതുവെ മോളിക്കുലാർ മാസ് കുറഞ്ഞിരുന്നിട്ടും ജലം ദ്രാവകാവസ്ഥയിലായിരിക്കാൻ കാരണം ഇതാണ്. അപ്പോൾ മോളിക്കുലാർ മാസ് കുറവായിട്ടും ജലം ദ്രാവകാവസ്ഥയിലായിരിക്കാൻ കാരണം ഏതാണ്? പോളാർ സ്വഭാവമാണ്. കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് സാർവിക ലായകമാക്കാൻ ജലത്തിന് കഴിയുന്നതിൻ്റെ കാരണവും ഈ പോളാർ സ്വഭാവമാണ്. സാർവിക ലായകം. അപ്പോൾ സാർവിക ലായകമായി മാറാൻ ജലത്തെ സഹായിക്കുന്ന പ്രത്യേകതയും ഏതാണ്? പോളാർ സ്വഭാവമാണ്. ജലം എന്ന് പറയുന്നത് ഒരു പോളാർ തന്മാത്രയാണ്. ഇവിടെ നോക്കിയേ, ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അയോണിക സംയുക്തവും മെഴുക് എന്തിന് എക്സാമ്പിളാ? സഹസംയോജക സംയുക്തത്തിന് എക്സാമ്പിളാണ് കേട്ടോ മെഴുക്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അയോണിക സംയുക്തവും സഹസംയോജക സംയുക്തവും. അതിൽ അയോണിക സംയുക്തം നോക്കിയേ, ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു, ജലത്തിൽ ലയിക്കുന്നു, ലായിനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി
കടത്തിവിടുന്നു. പിന്നെയോ ദ്രവണാങ്കം തിളനില എന്നത് പൊതുവെ ഉയർന്നതായിരിക്കും. ഇനി സഹസംയോജക സംയുക്തത്തിലോ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്. ജലത്തിൽ ലയിക്കുന്നില്ല. ഓർഗാനിക് ലായനികളിൽ, അതായത് മണ്ണെണ്ണ, ബെൻസീൻ മുതലായതിലാണ് ലയിക്കുള്ളൂ. ജലത്തിൽ ലയിക്കുന്നില്ല. പൊതുവെ വൈദ്യുതി കടത്തി വിടുന്നില്ല. ദ്രവണാങ്കം തിളനില എന്നത് പൊതുവെ താഴ്ന്നതും ആയിരിക്കും. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ, ഈ 4 എണ്ണം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓർത്തു വയ്ക്കാം. അയോണിക സംയുക്തത്തിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. ഇങ്ങനെ പഠിച്ചാൽ മതി. അയോണിക സംയുക്തം ഖരാവസ്ഥയിലാണ്, ജലത്തിൽ ലയിക്കുന്നു. ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു. ദ്രവണാങ്കം തിളനില എന്നിവ പൊതുവെ ഉയർന്നതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർക്കാം. ഓപ്പോസിറ്റ് അല്ല, സഹസംയോജകത്തിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. പിന്നെ ജലത്തിൽ ലയിക്കുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. ദ്രവണാങ്കവും തിളനിലയും പൊതുവെ എങ്ങനെയായിരിക്കും? താഴ്ന്നത് ആയിരിക്കും. ഇനി എന്താണ് സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത്? വാലൻസി നമുക്ക് നോക്കാം. മൂലകങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് സ്ഥിരത കൈവരിക്കുന്നു. അവ സംയോജിക്കുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടത്തുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നു. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ സംയോജകത എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആണോ നമ്മൾ വിട്ടുകൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത്, സ്വീകരിക്കുന്നത്, പങ്കുവയ്ക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ നോക്കിയേ. സോഡിയം ആറ്റോമിക് നമ്പർ 11 ആണ്. 11. ഇപ്പം എങ്ങനെ വരും? 2, 8, 1. ഈ 1 അല്ലേ നമ്മൾ കൊടുക്കുന്നത്? വിട്ടുകൊടുക്കുന്നത് 1 അല്ലേ? ആ 1 ആണ് ഇവിടെ സംയോജകത എന്ന് പറയുന്നത്. ഇനി ക്ലോറിൻ എടുക്കുകയാണെങ്കിലോ? ഇനി ക്ലോറിൻ നോക്കിയേ. ക്ലോറിൻ എന്ന് പറയുമ്പോൾ 17 ആണ് ആറ്റോമിക് നമ്പർ. എങ്ങനെ വരും? 2, 8, 7 അല്ലേ? 7. ഇവിടെ 7 കഴിഞ്ഞിട്ട് എത്ര എണ്ണം? ഒരെണ്ണമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലേ? 8 ആവണം. അപ്പോൾ ഒരെണ്ണമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഒരെണ്ണമാണ് ഇവിടുത്തെ എന്ത് പറയുന്നത്? സംയോജകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുന്നതോ സ്വീകരിക്കുന്നതോ പങ്കുവെക്കുന്നതോ ആയ ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയാണ് സംയോജകത എന്ന് പറയുന്നത്. അടുത്തത് രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല. ഇവിടെ നോക്കി എന്താ കൊടുത്തിട്ടുള്ളത്? മഗ്നീഷ്യവും ക്ലോറിനും കൊടുത്തിട്ടുണ്ട് അല്ലേ? മഗ്നീഷ്യം ക്ലോറിൻ കൂടിച്ചേരുന്ന അതിൻ്റെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, അതിൻ്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12. അപ്പോൾ എങ്ങനെ വരും? 2, 8, 2. ഇനി ക്ലോറിൻ ആണെങ്കിൽ എങ്ങനെ വരും? 17 ആണ്. 2, 8, 7 അല്ലേ? അപ്പം മഗ്നീഷ്യത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? സംയോജകത എത്രയാണ്? ഈ 2 ആണ്. വിട്ടുകൊടുക്കുന്നത് 2 ആയതുകൊണ്ട് 2 ആണ് സംയോജകത. ക്ലോറിൻ്റെ എത്രയാണ്? ക്ലോറിൻ്റെ സ്വീകരിക്കുന്നത് എത്രയാണ്? 7 വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്, 1 സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ആണ് ക്ലോറിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2ഉം ക്ലോറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1ഉമാണ്. ഇനി നോക്കി. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്താണ് രാസസൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാസസൂത്രം എഴുതുമ്പോൾ ആദ്യം തന്നെ വാലൻസി എങ്ങനെയാണ്, വാലൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ മഗ്നീഷ്യം 2ഉം ക്ലോറിൻ 1 കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മളിത് നേരെ എടുത്ത് എഴുതുകയാണ്. മഗ്നീഷ്യത്തിൻ്റെ ഇവിടെ 2, ക്ലോറിൻ്റെ ഇവിടെ 1. ഇനി നമ്മൾ ഈ എഴുതിയേക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം മഗ്നീഷ്യത്തിൻ്റെ അവിടെ എന്ത് വരും? മഗ്നീഷ്യം എന്നുള്ളത് 1ഉം ക്ലോറിൻ എന്നുള്ളത് 2ഉം വരും. ഇങ്ങനെയാണ് നമ്മുടെ രാസസൂത്രം എഴുതുന്നത്. 1 എന്നുള്ളത് എന്നിട്ട് നമ്മൾ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. അപ്പോൾ അതാണ് പ്രതീകങ്ങൾ ഉപയോഗിച്ചൊരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്തിനെയാണ് രാസസൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ രാസസൂത്രം എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിന് നമ്മൾ വാലൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് അറിയണം. വാലൻസി അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് അലൂമിനിയം ഫ്ലൂറൈഡ് AlF3 എന്നാണ് വരുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കണ പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നല്ല, എന്നാലും പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഡൗട്ടൊന്നും വരില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിനിയും ക്വസ്റ്റ്യൻ പൂൾ ചെയ്യുമ്പോഴായാലും നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരില്ല. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് പേരിൽ എത്തട്ടെ, എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.